അധ്യായം 18 അമൃതാശ്രവം. മരണത്തെ കൊല്ലുന്ന അമൃത്. കുണ്ടലിനി യോഗ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നതുപോലെ പാമ്പിന്റെ കൂടുപോലെ ശക്തിയെ ഉണർത്തുന്നതിലൂടെ 1000 ഇതളുകളുള്ള താമരയിൽ നിന്നൊഴുകുന്ന അമൃത് യോഗശക്തിയാൽ ശേഖരിക്കാൻ കഴിയും. ഈ മികച്ച പ്രകൃതിയെക്കുറിച്ച് ഞാൻ ചില പുണ്യവാക്യങ്ങൾ എഴുതാം. ഹേ ഉണർന്നിരിക്കുന്നവരെ, എഴുന്നേൽക്കൂ. പരുബ അരുണോപനിഷത്ത്. ഓ പൃഥ്വിയുടെ ഉപാസകരെ, എഴുന്നേൽക്കൂ. ഉറങ്ങരുത്. ഉള്ളിലെ അഗ്നിയെ സ്നേഹിക്കുക. ആ ഫലം സൂര്യനിലേക്ക് കൊണ്ടുപോകുക. ആ 2 ചന്ദ്രനിലേക്ക് കൊണ്ടുപോകുക. വെളുത്ത വെള്ളത്തിന്റെ അമൃത് 72,000 നാഡികളിലേക്കും ഒഴിക്കുക. യഥാർത്ഥ സംതൃപ്തി നേടുക. 3. ലളിത സഹസ്രനാമം. ദേവി, മൂലധാരയിൽ നിന്ന് ബ്രഹ്മഗ്രന്ഥം തുളയ്ക്കുക. മണിപുരത്തിലേക്ക് വരുക. വിഷ്ണുഗ്രന്ഥം തുളയ്ക്കുക. പരുമതിയിലേക്ക് വരുക. രുദ്രഗ്രന്ഥം തുളയ്ക്കുക. 1000 ഇതളുകളുള്ള താമരയിലേക്ക് പോകുക. അവൾ അമൃത് വർഷിക്കുകയും 6 തത്വങ്ങളെ മറികടന്ന് ഒരു മിന്നൽ പിണർ പോലെ പ്രകാശിക്കുകയും ചെയ്യുന്നു. ഗ്രാന്തി. ഭൗതിക ശരീരത്തിൽ വിഷവും അമൃതസിരകളും ഒരു പ്ലെക്സസ് പോലെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ശരീരത്തിന്റെ മധ്യത്തിൽ കാണപ്പെടുന്ന കെട്ടുകൾ പോലെയാണ്. 5 ഉളവായർ. നാവു വളച്ചൊടിച്ച് അടച്ചുകൊണ്ട് കേസരി മുദ്രയുണ്ടാക്കി അവിടെ ഒഴുകുന്ന അമൃത് കുടിക്കുന്നതിലൂടെ യോഗി ദേവന്മാരുടെ രാജാവാകുന്നു. 1000 ഇതളുകളുള്ള താമരയിൽ പൂരണശാന്തിയുടെ അമൃത് കുടിച്ചാൽ എല്ലാ കാര്യങ്ങളും സിദ്ധിയായി മാറുന്നു. ഓംകാര എന്ന സ്ഥലത്ത് അമൃത് കുടിക്കുന്നതിലൂടെ നിങ്ങൾക്ക് വിശപ്പിനെയും മരണത്തെയും കീഴടക്കാൻ കഴിയും. പരമാത്മാവിന്റെ പ്രകാശത്തിനടുത്തായി ഒഴുകുന്ന അമൃത് കുടിക്കുന്നതിലൂടെ നിങ്ങൾക്ക് യമനെ കീഴടക്കാൻ കഴിയും. അറിവ് വരുന്നു. നിങ്ങൾക്ക് ആകാശത്ത് നടക്കാൻ കഴിയും. കേസരി മുദ്ര നാവ് നേരെ നീട്ടി നെഞ്ചിലേക്കിറങ്ങുന്ന നാസാരഞ്ജങ്ങൾ അടയ്ക്കുന്നതിന് നാക്ക് മുന്നോട്ടും പിന്നോട്ടും തിരിച്ചാണ് ചെയ്യുന്നത്. ഇതടഞ്ഞിരിക്കുന്നു. ഇതുമൂലം ഗ്ലോസോഫാരിഞ്ചേൽ മുതലായ നാഡികളും അമൃതദ്രാവകങ്ങൾ ഒഴുകുന്ന അവയവങ്ങളും ഉത്തേജിതമാണ്. അമൃതുറവയെ നോക്കുന്നതിലൂടെ ആന്തരിക ഉറവുകൾ ഒക്കുലോമോട്ടർ എന്നറിയപ്പെടുന്ന അമൃതനാഡികളാൽ ഉത്തേജിതമാണെന്ന് പറയാം. 5. ചില സൂക്ഷ്മ പണ്ഡിതന്മാർ ഈ അമൃതുറവയെ പിറ്റ്യൂട്ടറി പീനൽ തുടങ്ങിയ ബീജകോശ അവയവങ്ങളുടെ ദ്രാവകങ്ങളായി കണക്കാക്കുന്നു. കോശത്തെ സംബന്ധിച്ചിടത്തോളം ഇത് അംഗീകരിക്കാം. എന്നിരുന്നാലും ഈ പ്രവർത്തനത്തിന്റെ തീവ്രത സൂക്ഷ്മകോശങ്ങളിലാണ് കൂടുതലായി കാണപ്പെടുന്നത്. ഈ അമൃത് പ്രകൃതി ദൃഷ്ടിയോഗങ്ങളോടും ഓംകാര അനുസന്ധാനത്തോടും കൂടെയുള്ളതിനാൽ ഈ പരിശീലനം അറിവിൽ തന്നെ ഒരു പ്രത്യേക ഫലമാണെന്ന് പറയാം. ഇതുമൂലം യോഗിക്ക് ഏത് ലോകത്തിലേക്കും പോകാം. ആരുടെ ബ്രാഹ്മണ വചനങ്ങളാലും അറിവിന്റെയും ആനന്ദകരമായ സത്തകൾ ആത്മാവിനെ എല്ലാ ലോകങ്ങളിലേക്കും കൊണ്ടുപോകുന്നു എന്ന സിദ്ധാന്തത്താലും ഈ ദിവ്യ അമൃത് എല്ലാ സത്തകളിലും വ്യാപിച്ചിരിക്കുന്നു. ഞാൻ വ്യക്തിപരമായി 6. ജ്ഞാനേശ്വര യോഗ. ബ്രഹ്മരന്ധ്രത്തിലെ 1000 ഇതളുകളുള്ള താമരയാണ് അപാരമായ അമൃതിന്റെ ഇരിപ്പിടം. അത് ചുവപ്പ്, വെള്ള, നീല, മഞ്ഞ എന്നീ നിറങ്ങളിലുള്ള പ്രകാശിക്കുന്നു. സത്ത തന്നെ ശുദ്ധമാണ്. ഇതിനെക്കുറിച്ച് പറയേണ്ടതില്ലല്ലോ. നിവൃത്തിനാഥ് എന്നോട് പറഞ്ഞ രഹസ്യം. പരമകാസ കുടുംബത്തിൽ 4 നിര ഇതളുകളുള്ള ഒരു താമരയുണ്ട്. ആദ്യ നിര 31 ചാണകമാണ്. അടുത്തത് തള്ളവിരലിന്റെ സത്തയാണ്. അടുത്തത് മുറിച്ച വിരൽ. അടുത്തതായി ചുമപ്പ്, മഞ്ഞ, കറുപ്പ്, നീല എന്നീ നിറങ്ങളിലുള്ള ഒരു നെൽമണി. അതിനുള്ളിൽ അവ മഞ്ഞ രോമങ്ങൾ പോലെ കാണപ്പെടുന്നു. ബ്രഹ്മാവിനും മറ്റു ദേവന്മാർക്കും ജ്ഞാനം നൽകുന്ന ഉയർന്ന നിലവാരമുള്ള തേൻ അവിടെ ഒഴുകുന്നു. ഇതാണ് ശ്രീ ഗോവിന്ദന്റെ യഥാർത്ഥ സ്വഭാവം. ഈ അവസരത്തിൽ 8ാമത്തെ ചിത്രത്തിലെ ചക്രങ്ങളെയും നിരീക്ഷിക്കാൻ കഴിയും. 7. ജ്ഞാനേശ്വര യോഗം തുടർച്ച. ഈ വാമൃതലീല ബ്രഹ്മാവിനും മറ്റു ദേവന്മാർക്കും പോലും ദൃശ്യമല്ല. രാവും പകലും രഥത്തിൽ സഞ്ചരിക്കുന്ന ബുദ്ധിശൂന്യനായ വ്യക്തിക്ക് ഇത് പ്രാപ്യമല്ല. ഗോവിന്ദ ഭഗവാന് മാത്രമേ അറിയൂ. നിങ്ങളുടെ അവസ്ഥയിൽ നിവൃത്തിനാഥന്റെ കൃപയാൽ ഞാൻ സ്ഥിരത പുലർത്തി. ഞാൻ അറിവു നേടിയിരിക്കുന്നു. 8. ഒരു പശു 3.5 ശാനങ്ങളുള്ള ഒരു പർവ്വതത്തിൽ കറങ്ങുന്നു. അതിന്റെ അർത്ഥം 6ാം ഖണ്ഡികയിൽ കാണാം. ആദമജ്ഞാനിയായ യോഗി അതിനെ കുടിക്കുന്നു. ഭ്രുമത്യ ദൃഷ്ടിയിൽ സ്ഥിരമായി ഉന്മാനി സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്ന യോഗിക്ക് ഒരു പാതയുടെ രൂപമില്ല. അതായത് 9. 7ാമത്തെയും 8ാമത്തെയും ഖണ്ഡികകളിൽ പരാമർശിച്ചിരിക്കുന്ന ഉന്മാനി സ്ഥിതി പുരുഭാമതി ദൃഷ്ടി കഴിക്കുന്നു. അതിന്റെ അനുബന്ധ അമൃത് നാഡി ഒക്കിലോമോട്ടോർ നാഡിയാണ്. ഉത്തേജിപ്പിക്കപ്പെടുമ്പോൾ പിറ്റ്യൂഷരി എന്ന തലച്ചോറ് അവയവവും പീനൽ എന്ന തലച്ചോറ് അവയവവും അവരുടെ അമൃതം അഥവാ എൻഡ്രോക്രൈൻ ആന്തരിക സ്രവങ്ങൾ സ്രവിക്കുന്നു. 2ാമത്തെ ഖണ്ഡികയിൽ ശ്രുതിവാക്യമായ അമൃതസാരവസ്ഥാനം ചന്ദ്രമണ്ഡലം പറയുന്നു. അതനുസരിച്ച് പിറ്റ്യൂഷറി എന്ന അവയവത്തിന് ചന്ദ്രന് തുല്യമായ വലുപ്പമുണ്ട്. സ്രാവവൃത്തിക്ഷയത്തിന്റെ കാലഘട്ടം കൃത്യമായി 273 ദിവസത്തേക്ക് സംഭവിക്കുന്നുവെന്ന് മുഗൾ രാജ്യത്തിലെ ഗവേഷകർ കണ്ടെത്തി സ്ഥാപിച്ചിട്ടുണ്ട്.
സ്ത്രീകളുടെ ആർത്തവചക്രവും ഇതേ രീതി പിന്തുടരുന്നുണ്ടെന്ന് അവർ കണ്ടെത്തിയിട്ടുണ്ട്. ആർത്തവം ആരംഭിക്കുന്നതിന് 7 മുതൽ 10 ദിവസം വരെ ആർത്തവത്തിന്റെ ല്യൂട്രൽ ഘട്ടത്തിൽ കഴിയുന്ന സ്ത്രീ ബീജകോശം പുറത്തുവിടുന്നുവെന്ന് പറയപ്പെടുന്നു. സോണ ബിന്ദു ഗർഭിണിയാകുന്നു. ബീജകോശം അഥവാ സ്പെർമറ്റോസോവ ബീജകോശവുമായി ചേർന്ന് ഗർഭിണിയാകുന്നു. ധരിക്കാതിരുന്നാൽ ആ ആറ്റം ചുരുങ്ങി മൂത്രം പുറത്തുവിടുന്നു. 10. ശരീരത്തിൽ അമൃതസീരകളും അമൃതരൂപങ്ങളും ഈ രീതിയിൽ രൂപപ്പെട്ടിട്ടുണ്ടെന്ന് നാം നിരീക്ഷിച്ചാൽ ഭഗവാന്റെ ലീലകളും കാമസുഖങ്ങളും നമുക്ക് വ്യക്തമായി കാണാൻ കഴിയുന്നതായി തോന്നുന്നു. സ്വപ്നങ്ങളെക്കുറിച്ചുള്ള പഠനത്തിൽ മുഗൾ ദേശത്തെ ഗവേഷണത്തിൽ ഇത് കണ്ടെത്തിയിട്ടുണ്ട്. ഒരു കുട്ടി മിഠായി ഇല്ലാത്തതിനാൽ കരഞ്ഞു ഉറങ്ങുകയാണെങ്കിൽ അവൻ ധാരാളം മിഠായി കഴിക്കുന്നതായി സ്വപ്നം കാണും. അതുപോലെ 3/4 ഭാഗത്തെ സ്വപ്നങ്ങളും പോരായ്മകൾ നിറവേറ്റുന്നു. നമ്മെ ഉറങ്ങാൻ പ്രേരിപ്പിക്കുന്ന പ്രപഞ്ചമാതാവിന്റെ കൃപയാണിത്. അതുപോലെ വിഷജന്തുക്കളുള്ളിടത്ത് അവ കടിച്ചാൽ വിഷം നീക്കം ചെയ്യുന്ന ഒരു സസ്യവും ഉണ്ടെന്നത് ഒരു പൊതുവിശ്വാസമാണ്. ഉദാഹരണത്തിന്, നിങ്ങൾ വടക്കുള്ള പർവ്വതവനങ്ങളിൽ പോയാൽ ഒരുതരം കാഞ്ചൂരിയില് നിങ്ങളുടെ ശരീരം മുഴുവൻ ചൊറിച്ചിലുണ്ടാക്കും. അതിന്റെ തണ്ടിനടുത്തുള്ള മുളച്ച പച്ചയില പറിച്ചെടുത്ത് തടവിയാൽ ചൊറിച്ചിൽ മാറും. അതുപോലെ അശുദ്ധ വിവാഹം, കോപം, രോഗം മുതലായവയെ മൂലമുണ്ടാകുന്ന വിഷദോഷങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്നുവെങ്കിൽ ജഗദാംബാൾ അമൃത്സരാവ രൂപങ്ങളും നാഡികളും ചികിത്സയ്ക്കായി സമീപത്ത് സ്ഥാപിച്ചത് അവളുടെ അത്ഭുതകരമായ കാരുണ്യം കൊണ്ടാണ്.